ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു പാൻ കേക്കാണ്. പഴം കൊണ്ട് ഒരു പഴവും 3 ടേബിൾ സ്പൂൺ ഓട്സ് ഉണ്ടെങ്കിൽ നമുക്ക് പാൻ കേക്ക് ചായ ഉണ്ടാക്കുന്ന സമയം കൊണ്ട് തന്നെ തയ്യാറാക്കാൻ പറ്റും. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴും കുട്ടികളുടെ സ്നാക്ക് ബോക്സിലൊക്കെ ആക്കി കൊടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തിയായ ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിന് മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അതിനു വേണ്ടി ഒരു നേന്ത്രപ്പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് തൊലി കളഞ്ഞ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇങ്ങനെ ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു മുട്ടയാണ്. അതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ഞാൻ അതിലേക്ക് ചേർക്കുന്നത് പഞ്ചസാരയാണ്. 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ള ഉപ്പും ചേർക്കുന്നുണ്ട്. പഞ്ചസാര ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക മിക്സിയുടെ ജാറിലിട്ടിട്ട്. എന്നിട്ട് ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ഏലക്കപ്പൊടിയാണ്. 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓട്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ഓട്സ് ഇപ്പോൾ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലൊന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ലൂസായിട്ടാണ് തോന്നുന്നത്. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൂടി ഓട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ മിക്സാക്കി എടുക്കുക. വളരെ ഹെൽത്തിയായ ഒരു പാൻ കേക്കാണ് കേട്ടോ. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടും. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് നെയ്യ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒന്ന് തടവി കൊടുക്കുക കേട്ടോ. ഇനി അതുപോലെ ഒഴിച്ച് കൊടുക്കുക. അതിലൊരു 4 എണ്ണം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് മൂടി വെച്ചിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് മറിച്ചിട്ടിട്ട് വേവിക്കുക. 4 എണ്ണം ഒഴിച്ച് കൊടുത്ത വീഡിയോ ഇതിൽ കാണുന്നില്ല മറിച്ചിടുന്നത്. അപ്പോൾ ഞാനത് ലാസ്റ്റ് ഒഴിച്ചതൊന്ന് കാണിച്ച് തന്നതാണ്. മറിച്ചിട്ടൊന്ന് വേവിക്കുക. ഇനി ഇതുപോലെ ഉണ്ടല്ലേ. അപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. പാത്രത്തിലേക്ക് മാറ്റുക. ഇനി അതുപോലെ അടുത്തതും ഇതുപോലെ നെയ്യൊക്കെ തടവി ബാക്കിയുള്ളത് കൂടി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. രണ്ടെണ്ണം ഉള്ളൂ ഇനി ഒഴിക്കാനുള്ളത്. ബാക്കിയുള്ളത് അതുകൂടി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് 6 പാൻ കേക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു പഴം വെച്ചിട്ട്.
അതുപോലെ തന്നെ അടച്ചു വെച്ച് വേവിക്കുക. അത് വെന്ത് കഴിഞ്ഞാൽ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ അതത്രയേ ഉള്ളൂ. ചായ ഉണ്ടാക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ സ്നാക്ക് തയ്യാറാക്കാം. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടും. നല്ല സോഫ്റ്റായ പാൻ കേക്കാണ്. അപ്പോൾ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം കേട്ടോ. താങ്ക് യു.